എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് സാങ്ങിന്റെയും ഇഫാന്റെയും സ്കൂൾ ലൈഫാണ്. ഇതേ സമയം സാർ ഇവരോട് പറയാണ്, വിന്റർ വെക്കേഷൻ തുടങ്ങായതുകൊണ്ട് തന്നെ എല്ലാവരോടും കുത്തിരുന്ന് പഠിക്കാൻ പറയുന്നുണ്ട്. ഇതേ സമയം സാറ് ക്ലാസ്സിൽ നിന്ന് പോയതിനു ശേഷം നമ്മുടെ ഇഫാൻ സാങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ നിന്റെ ബുക്കെല്ലാം എടുത്തു വെച്ചോന്ന്. ഇതേ സമയം അവൻ പറയുന്നുണ്ട്, അവൻ ഇതിനു മുമ്പ് ഓരോ തവണയായിട്ട് അവന്റെ എല്ലാ ബുക്സും വീട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. സംഭവം ഇവർക്ക് ക്ലാസ് കുറച്ച് ദിവസത്തേക്ക് ലീവ് ആയതുകൊണ്ട് ഇവർക്ക് വേണ്ടിയ നോട്ട്സ് മാത്രം അങ്ങോട്ട് എടുത്താൽ മതി. ഇവിടെ തന്നെ ഇവരുടെ ബെഞ്ചിന്റെ അടിയിൽ തന്നെ ബാക്കിയുള്ള ബുക്സ് വെക്കാൻ ഒരു ഷെൽഫ് ഉണ്ടാവും. ഹാനിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവും വിന്റർ വെക്കേഷൻ വന്ന കാര്യത്തിൽ. ഇവങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ തന്നെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോവാന്ന്. ഇതേ സമയം തന്നെ സാങ് അവന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാനൊന്നുമില്ല, ഞാൻ എന്തായാലും വീട്ടിൽ പോവുകയും ഞാൻ പഠിക്കാൻ പോവാണ് എന്നുള്ള രീതിയിൽ. ഇതേ സമയം തന്നെ സാങ്ങിനെ കെട്ടിപ്പിടിച്ചോണ്ട് ഹാൻ ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് എന്ത് പറ്റിയടാ, നിനക്ക് എന്താ പറ്റിയത്, എന്താ നിന്നെ ഹോസ്പിറ്റലിൽ എങ്ങാനും കൊണ്ടുപോകണോടാ, നിനക്ക് എന്തെങ്കിലും പറ്റിയോന്ന് ഇങ്ങനെ ചോദിക്കുന്നത്. ഇതേ സമയം തന്നെ ഇഫാൻ ഇറങ്ങി പോയത് കണ്ടിട്ട് അവളെ പിന്നാലെ നമ്മുടെ സാങ് പോകുന്നുണ്ടാവും. ഇഫാനെ കാണിക്കുകയാണെങ്കിൽ ഇഫാനാണെങ്കിൽ സാങ് കൊടുത്ത ഗിഫ്റ്റ് ഇങ്ങനെ നോക്കി അതിലെ പാട്ടും വെച്ച് അതിലിങ്ങനെ മൊയ്കി ഇങ്ങനെ നടക്കാണ്. ഇതേ സമയം ബാക്കിലാണെങ്കിൽ സാങ് ഉണ്ടാവും. അവൾ അത് കണ്ടിട്ടുണ്ടാവില്ല. ഇതേ സമയം അവൾ അവനെ കാണുമ്പോൾ തന്നെ അതെല്ലാം എടുത്ത് ബാഗിലേക്ക് വെച്ചിട്ട് ഇവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ നിനക്ക് ഇഷ്ടമുള്ള ബാസ്കറ്റ് ബോളും കളിക്കുന്നില്ല, നീ നന്നായിട്ട് പഠിക്കുന്നുമില്ല, ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ പുറകെ ഇങ്ങനെ നടക്കാണ്. അതേ സമയം തന്നെ സാങ് അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ആരെയും പുറകെ നടക്കുന്നില്ല, ഞാൻ ബസ് കയറാൻ വേണ്ടിയാണ് പോകുന്നതെന്ന് അറിയും. ഇതേ സമയം അവൾ ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാൻ ഇതുവരെ അതിന് ബസ് കണ്ടിട്ടില്ലല്ലോ എന്ന്. ഇതേ സമയം അവനിങ്ങനെ ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്റെ ബസ്സിൽ എപ്പോഴും അതിന് സെർച്ച് ചെയ്യാമല്ലോ എന്ന്. ഇതേ സമയം അവൾ പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഞാൻ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയും. ഇതേ സമയം തന്നെ അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഇനി മുതൽ എന്നും എന്നെ ബസ്സിൽ ഇങ്ങനെ കെയർഫുൾ ആയിട്ട് നോക്കിക്കാണ്ട് ഇന്നീ കയറുന്ന എല്ലാ ബസ്സിലും ഞാനും ഉണ്ടാവും എന്ന് പറയും. ഇതേ സമയം തന്നെ ഇവൻ ഇവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ വീട് എവിടെയാന്ന്. ഇതേ സമയം അവൾ പറയും, എന്തിനാന്ന്. ഇതേ സമയം തന്നെ അവൻ പറയുന്നുണ്ട്, നിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞാൽ നീ കയറുന്ന സ്റ്റോപ്പ് തൊട്ട് നിനക്ക് കുറച്ച് അറ്റൻഷനോടെ നിൽക്കാമല്ലോ എന്ന് പറയും. പ്രസന്റ് ടൈമിൽ കാണിക്കുമ്പോൾ ഈ 5 പേരും ഗെറ്റ് ടുഗദർ ആയിട്ട് ഫുഡ് കഴിക്കാണ്. വേറൊരു ഹോട്ടലിലാണ് കഴിക്കുന്നത്. ഇതേ സമയം തന്നെ ഈ ഫ്രണ്ട് ആണെങ്കിൽ അവന്റെ വലതും ഇടതും ഭാഗത്ത് ഇരിക്കുന്ന 2 പെൺകുട്ടികളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും. അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന കണ്ടിട്ട് നമ്മുടെ ഹാൻ അവന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഇവരെ 2 പേരെയും ട്രീറ്റ് ചെയ്യുന്ന കണ്ടാൽ തോന്നുന്നു ഇവര് 2 പേരും നിന്റെ വൈഫാണെന്ന്. ഇതേ സമയം തന്നെ ഫ്രണ്ട് പറയുന്നുണ്ട്, അത് പിന്നെ ഞങ്ങൾ പണ്ടേ അങ്ങനെയാണ്, ഞങ്ങൾ കിൻഡർ ഗാർഡൻ മുതലേ ഒരുമിച്ച് പഠിച്ചവരാണെന്ന് പറഞ്ഞ് അവൾ ഓരോ കഥകളായിട്ട് പറയാൻ തുടങ്ങും. ഈ കഥകളൊന്നും നമ്മുടെ സാങ്ങിനെ തീരെ പിടിക്കുന്നുണ്ടാവില്ല. ഇതെല്ലാം ഇഫാനും കാണുന്നുണ്ടാവും. സാങ്ങിനാണ് ഇവരുടെ ഓരോന്ന് കാണുമ്പോൾ സാങ്ങിന് തീരെ പിടിക്കുന്നുണ്ടാവില്ല. പിന്നെ ഇവരെ എല്ലാരും കൂടി സാങ്ങിന്റെ ഹോട്ടലിൽ എത്തുന്ന സമയത്ത് തന്നെ സാങ് ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയതായിരിക്കും. ഇതേ സമയം തന്നെ ഇവരുടെ ഫ്രണ്ട് ഇങ്ങനെ ഇഫാന്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ സാങ് എന്തൊരു മുരടനാണ്, സാങ് ആണെങ്കിൽ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാണ്, അവനെന്താ ചിരിക്കാനൊന്നും അറിയില്ല, നീ എങ്ങനെ അവന്റെ കൂടെ അവന്റെ പ്ലേസിൽ എങ്ങനെയാ നീ ഇങ്ങനെ താമസിക്കുന്നതെന്ന്. ഇതേ സമയം തന്നെ ഇഫാൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, അവൻ ഇങ്ങനെയൊന്നും അല്ല, ഇന്ന് അവൻ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, അവൻ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ലാന്ന്. പയ്യനെ വിളിക്കുന്നത് ലിയാങ് എന്നാണ്. ഇതേ സമയം തന്നെ ഫ്രണ്ട് ഇവളുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്നാൽ ലിയാങ്ങും സാങ്ങും ഒരേ വീട്ടിൽ താമസിച്ചോട്ടെ, നീ എന്നാൽ ലിയാങ്ങിന്റെ പ്ലേസിലേക്ക് സ്വാപ്പ് ചെയ്തോന്ന്. ഇതേ സമയം തന്നെ ഇഫാൻ ഒന്ന് ഞെട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, വേണ്ടടാ, അതൊക്കെ ട്രബിൾ ആവും, അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. ഇതേ സമയം തന്നെ സാങ് വരുന്നുണ്ടാവും. അതേ സമയം അവൾ പറയുന്നുണ്ട്, നമുക്കെന്നാ ഈ ടോപ്പിക് ഇവിടെ നിർത്താം, സാങ് ഇതൊന്നും കേൾക്കണ്ടാന്ന്. അങ്ങനെ സാങ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ലോഡ് ഫുഡ് ഓർഡർ ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇതേ സമയം ഇവരിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇവരിങ്ങനെ പറയാണ്, നമുക്കൊരു ഗെയിം കളിക്കാം, ട്രൂത്ത് ഓർ ഡെയർ കളിക്കാന്ന്. ഇതേ സമയം തന്നെ ഇവർ കളിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ കുറെ ഡൈസ് ഉണ്ടാവും. അതിലുള്ള നമ്പേഴ്സ് എല്ലാം നമ്മൾ എണ്ണേണ്ടി വരും. അതേ സമയം ഇവർ കളിക്കുന്ന സമയത്ത് എല്ലാവരും ഓരോന്നായിട്ട് എണ്ണുന്ന സമയത്ത് നമ്മുടെ ഇഫാന് എണ്ണാൻ കിട്ടില്ല. സംഭവം അവള് മാത്സിൽ ഭയങ്കര വീക്കാണല്ലോ. ഇതേ സമയം നമ്മുടെ സാങ്ങിന് ഇത് മനസ്സിലായിട്ട് അവൻ പറയും, ഹാനിന്റെ അടുത്ത് തുടങ്ങാൻ വേണ്ടി പറയും. ഇതേ സമയം ഹാൻ ഇങ്ങനെ വേറെ ആയിരിക്കും ചൂസ് ചെയ്യാം. അവിടെ ഒരു പേപ്പർ ഉണ്ടാവും, അതിലെന്താ പറഞ്ഞാൽ അതായിരിക്കും ഇവർ ചെയ്യേണ്ടി വരിക. ഇതേ സമയം തന്നെ ഫ്രണ്ട് എടുത്തിട്ട് വായിച്ചിട്ട് പറയും, ഇവൻ ഇപ്പൊ തന്നെ ഇവിടെ ഉള്ള ഒരാളെ കിസ് ചെയ്യണമെന്ന്. ഇതേ സമയം ഹാൻ ആണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ടിനെ ആയിരിക്കും നോക്കാം. അത് കഴിഞ്ഞ് ഇഫാനെ ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ടാവും. ഇതേ സമയം അവന് ഓടിപ്പോയിട്ട് സാങ്ങിനെ ആയിരിക്കും കിസ് ചെയ്യാൻ നോക്കുക. സാങ് ആണ് സമ്മതിക്കാണ്ടിരിക്കുമ്പോൾ അവൻ ബലം വെച്ചിട്ട് അവനെ കിസ് ചെയ്യും. അടുത്ത റൗണ്ട് നമ്മുടെ ഇഫാനാണ് കിട്ടുക. ഇതേ സമയം ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, ട്രൂത്ത് ആണോ ഡെയർ ആണോ. ഇതേ സമയം തന്നെ നമ്മുടെ ഇഫാൻ ആണെങ്കിൽ ട്രൂത്ത് ആണ് എടുക്കുക. ഇതേ സമയം അവളുടെ പേപ്പറിൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ ഇവിടെയുള്ള ഓരോ ബോയ്സിനെ വെച്ചിട്ട് അവൾക്ക് തോന്നിയ സിൻസിയർ ആയിട്ട് എന്താ അവരെ പറ്റി തോന്നിയെന്നാണ് പറയേണ്ടത്. ആദ്യം തന്നെ അവൾ ഹാനിനെ പറ്റിയാണ് പറയാ, അവൻ ഭയങ്കര റിച്ച് ആണെന്ന് പറയും. രണ്ടാമത് അവൾ ലിയാനെ പറ്റിയാണ് പറയാ, അവളിങ്ങനെ വാദോരാതെ അവനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ ഭയങ്കര സ്മാർട്ടാണ്, ഹാൻസം ആണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊന്നും നമ്മുടെ സാങ്ങിന് തീരെ പിടിക്കുന്നുണ്ടാവില്ല. അതേസമയം സാങ് അവളെ ഓവർടേക്ക് ചെയ്തിട്ട് പറയും, ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതിയെന്ന്. അതേസമയം അവൾ പിന്നീട് നമ്മുടെ സാങ്ങിനെ പറ്റി പറയാൻ അവൾക്ക് ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അതേസമയം അവൾ ഇങ്ങനെ ക്യൂറ്റാണ്, കാമാണ്, കോൺഫിഡന്റ് ഇങ്ങനെ പതിയെ പറഞ്ഞിട്ട് അവിടെ കഴിയും.
അതേസമയം അടുത്തതായിട്ട് നമ്മുടെ പയ്യനാണ് കിട്ടുക, ലിയാനാണ് കിട്ടുക. ലിയാനും ട്രൂത്ത് ആയിരിക്കും എടുക്കുക. അതേസമയം ലിയാന് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ ചെയ്ത കാര്യത്തിൽ അവൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് അടിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്ന് ചോദിക്കും. അതേസമയം തന്നെ അവൻ പറയും പണ്ട് ചെയ്തതിൽ ഏറ്റവും റിഗ്രറ്റ് അടിച്ച കാര്യം എനിക്കും ഇഫാന്റെ കൂടെ ഇഹേ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യമാണ്. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഷോക്ക് ആവുന്നത് നമ്മുടെ സാങ് ആണ്. സാങ് ആ സമയത്താണ് പഴയ ഒരു കാര്യം ഇങ്ങനെ ഓർക്കുന്നത്. ഈ സമയം അവൻ എന്താ ഓർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇഫാനും സാങ്ങും ഒരുമിച്ച് തീരുമാനിച്ചാണ് സ്കൂൾ ടൈം കഴിഞ്ഞ ഒരേ യൂണിവേഴ്സിറ്റിയിലാണ് ഒരുമിച്ച് പഠിക്കാൻ. അതിനു വേണ്ടി ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് നാൻവി യൂണിവേഴ്സിറ്റിയിലാണ് ഇവർ രണ്ടുപേരും എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. ബട്ട് സഡൻലി നമ്മുടെ ഇഫാൻ ആണെങ്കിൽ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ, ഒരിക്കലും നമ്മുടെ സാങ് വന്നു ചേരില്ല എന്ന് ഉറപ്പുള്ള വേറൊരു യൂണിവേഴ്സിറ്റിയിലായിരിക്കും നമ്മുടെ ഇഫാൻ പോയി പേര് കൊടുക്കുക. ഇതൊന്നും നമ്മുടെ സാങ് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇതേ സമയം തന്നെ അവനിങ്ങനെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ആൻവു യൂണിവേഴ്സിറ്റിയിലല്ലേ കൊടുത്തതെന്ന്. അതേസമയം അവൾ പറയുന്നുണ്ട്, അല്ല ഞാൻ ഇഹേ യൂണിവേഴ്സിറ്റിയിലാണ് കൊടുത്തതെന്ന്. ഇതേ സമയം അവൻ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി വാക്ക് കൊടുത്താണ് അതേ ഇഹേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുള്ള കാര്യം. ഇത് കേട്ട് അവനൊന്ന് ഷോക്ക് ആവുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കണ്ട ഒരു സീനാണ്, ഒരു ബ്രേക്കപ്പ് ആവുന്ന സീനാണ്. ഇതേ സമയം തന്നെ ഇത് നമ്മുടെ സാങ് ഇങ്ങനെ ഓർത്ത് ഇവളിങ്ങനെ നോക്കുന്ന സമയത്ത്, ഇത് ഓർക്കുന്ന സമയത്ത് നമ്മുടെ സാങ് വല്ലാണ്ട് ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. ഇവന് വേണ്ടിയിട്ടാണ് ഇവളെ ഒഴിവാക്കിയെന്നുള്ള രീതിയിൽ. ഇതേ സമയം ഇഫാന് മനസ്സിലായിട്ടുണ്ട് ഇവന് വേറെ എന്തോ ആണ് ചിന്തിച്ചതെന്ന്. അപ്പൊ അവളിങ്ങനെ തലയാട്ടിയിട്ട് അല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇവർ അടുത്ത റൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇഫാന് പിന്നെയും അവൾക്ക് കിട്ടിയ നമ്പർ എണ്ണി തീർക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഇതേ സമയം തന്നെ നമ്മുടെ സാങ് ആയിരിക്കും അവൾക്ക് എത്രയാണ് കിട്ടിയെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതേ സമയം അവളിങ്ങനെ അവനെ നോക്കി ചിരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ ഫ്രണ്ടും ലിയാനും ഹോനും എല്ലാവർക്കും ഇങ്ങനെ ഒരുമാതിരി ആവുന്നുണ്ടാവും. ഇതേ സമയം തന്നെ ഈ ഗെയിമിൽ നമ്മുടെ സാങ് ആയിരിക്കും തോറ്റിട്ടുണ്ടാവുക. അവനായിരിക്കും ട്രൂത്തോ ഡയറോ എടുക്കേണ്ടി വരിക. അവൻ ട്രൂത്ത് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഹാനിനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരം കിട്ടുക. അതേ സമയത്ത് ഹാനിന് കിട്ടുന്ന പേപ്പറിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇവൻ ലാസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്ത് ഏത് സിറ്റി ആണെന്നുള്ളതായിരിക്കും. ഇതേ സമയം തന്നെ അവൻ പറയും, ഓ ഇതൊക്കെയാണോ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടിയത്. ഇതേ സമയം അവൻ ഇങ്ങനെ ഇഹേ യൂണിവേഴ്സിറ്റി എന്നായിരിക്കും സാങ് പറയാം. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഷോക്ക് ആവുന്നുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ ഇഫാനും ലിയാനും ആയിരിക്കും ഷോക്ക് ആവുന്നുണ്ടാവുക. സംഭവം ഇഹേ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മുടെ ഇഫാൻ പഠിച്ചിട്ടുണ്ടാവുക. ഈ സമയമാണ് അവൾക്ക് മനസ്സിലാവുക അവന് അവിടെ അവൾക്ക് വേണ്ടി വന്നിരുന്നു എന്നുള്ള കാര്യം. ഇതേ സമയം അവര് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് ഇഫാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുപാട് ബില്ലായിട്ടുണ്ടാവും, നമുക്ക് 3 പേർക്ക് കൂടി സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയും. ഇതേ സമയം തന്നെ ഫ്രണ്ട് പറയുന്നുണ്ട്, അതിനിതൊന്നും ബില്ലാക്കിയിട്ടേ ഇല്ല, ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ടാണ് തന്നത്. അവൻ ശരിക്കും 1% എന്നായിരിക്കില്ല പറഞ്ഞത്, 99% ഡിസ്കൗണ്ട് ആണെന്നായിരിക്കും പറഞ്ഞത്. അതേ സമയം തന്നെ ഇഫാൻ ഒരു കോള് വരുന്നുണ്ടാവും. ഇതേ സമയം അവൾക്ക് അർജന്റായിട്ട് അവളുടെ ഓഫീസിലേക്കായിരിക്കും അവൾക്ക് എത്തേണ്ടിയിരിക്കുക. ഇതേ സമയം തന്നെ ലിയാൻ പറയുന്നുണ്ടാവും അവൻ അവളെ ഡ്രോപ്പ് ചെയ്യാന്ന്. സമയം ഫ്രണ്ട് പറയുന്നുണ്ടാവും, സാങ് ഏതായാലും നമുക്ക് ഇത്രയും ഫുഡൊക്കെ ഫ്രീ ആയിട്ട് തന്നാലേ ഞാൻ എന്തായാലും അവന്റെ ഹോട്ടലിന് ഒരു 5 സ്റ്റാർ റിവ്യൂ എന്നെ കൊടുത്തിട്ട് വരാം, എന്നിട്ട് അവൾ ഹോട്ടലിലേക്ക് തന്നെ വരും. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ കഫേന്റെ ഉള്ളിൽ വന്നിട്ട് ഓരോ ഫോട്ടോസ് ആയിട്ട് എടുക്കുകയാണ്, ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത് റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ സമയം ഹാൻ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ പോയില്ലേന്ന്. ഇതേ സമയം അവളിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ റിവ്യൂ എടുക്കാൻ വന്നാണ്. ഇതേ സമയം ഫ്രണ്ടിന് അവനിങ്ങനെ ഡ്രിങ്ക്സ് കഴിച്ചു എടുക്കുന്ന സമയത്ത് അവളിങ്ങനെ പറയുന്നുണ്ട്, അയ്യോ നമ്മൾ രണ്ടാളും ഇനി ഒരുമിച്ച് ഡ്രിങ്ക്സ് കഴിക്കേണ്ട, നമ്മൾ ആദ്യം പറഞ്ഞാലേ. ഇതേ സമയം തന്നെ ഹാൻ നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇന്ന് എന്താ തോന്നിയത്, സാങ്ങിന്റെയും ഇഫാന്റെയും പെരുമാറ്റം കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയോ. ഇതേ സമയം അവളും പറയുന്നുണ്ട് കുറച്ച് വിയേർഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്ന്. ഇതേ സമയം തന്നെ ആനി ഇവളടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്കറിയോ ഇഫാൻ എന്തുകൊണ്ട് നാൻവു യൂണിവേഴ്സിറ്റിയിൽ വരാണ്ട് ഇഹേ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയെന്ന്. ഇതേ സമയം തന്നെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഞാൻ അവളെ നല്ല ഫ്രണ്ട് തന്നെയാണ്, ബട്ട് അതിനെ പറ്റി മാത്രം എനിക്ക് അറിയില്ല, അത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഈ സമയം തന്നെ അവൾ പറയുന്നുണ്ട് അവൾക്ക് എല്ലാവരുടെ അടുത്തും നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ പോയെന്നാണ് തോന്നുന്നത്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹാൻ ഇങ്ങനെ സാങ്ങിന്റെ അടുത്ത് പോയിട്ട്, നിനക്ക് ഇപ്പോഴും ഇഫാനോട് ഭയങ്കര ഇഷ്ടമല്ലേ, നിന്റെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെ സാങ് പറയുന്നുണ്ട് അവൾ എൻ്റെ ഒരു റൂംമേറ്റ് മാത്രമാണെന്ന്. ഇതേ സമയം അവൻ പറയുന്നുണ്ട്, ഞാൻ വെറുതെ ആണോ നിനക്ക് അവളെ തന്നെ റൂംമേറ്റ് ആയിട്ട് തന്നത്, നിനക്ക് അവളോട് ഇപ്പോഴും ഇഷ്ടമാണ്, ഇന്ന് നീ ആ ലിയാനെ നോക്കുന്നത് കണ്ടറിയാം, നിനക്ക് അവനോട് ജലസ് അല്ലേ എന്ന് പറയും. ഇതേ സമയം അവൻ അങ്ങനെയൊന്നും ഇല്ല എന്നായിരിക്കും പറയാം. ഇതേ സമയം തന്നെ ഹാൻ ഇങ്ങനെ ഇവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ നമുക്ക് എല്ലാവർക്കും എൻട്രൻസിന് നാൻവു യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയത്. ഈ സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഹാന് പറയുന്നത്. ബട്ട് സാങ്ങിനാണെങ്കിൽ അതൊട്ട് ഹാപ്പി ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. ഇതേ സമയം അവൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, അവനിങ്ങനെ വല്ലാണ്ട് മയത്ത് അവനൊരു കാർഡ്ബോർഡ് ഷീറ്റും പിടിച്ചിട്ട് നമ്മുടെ ഇഫാന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇതേ സമയം ഇഫാൻ ഒരു കൊടയായിട്ട് വരുന്ന സമയത്ത് അവൻ ഇങ്ങനെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് ട്രൈ ചെയ്തു, നിന്നെ എനിക്ക് കോൾ ചെയ്യാനോ മെസ്സേജ് അയക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ, നിന്റെ അടുത്തേക്ക് ഒന്നും റീച്ച് ആവുന്നില്ലല്ലോ. ഇതേ സമയം അവളൊരു കള്ളം പറയും, എൻ്റെ ഫോണ് കേട് വന്നു പോയിന്ന്. ഇതേ സമയം തന്നെ അവളിങ്ങനെ അവൻ്റെ അടുത്തേക്ക് കൊടയായിട്ട് വരുന്ന സമയത്ത് അവനിങ്ങനെ അവളുടെ കൈയോടെ ആ കൊട ഇങ്ങനെ പിടിച്ചിട്ട് അവളുടെ അടുത്ത് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പറയും, നമ്മൾ രണ്ടുപേരും വിചാരിച്ച പോലെ തന്നെ ആയി, എനിക്ക് നാൻവു യൂണിവേഴ്സിറ്റി തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി എന്നുള്ള കാര്യം.
ഇതേ സമയം തന്നെ നമ്മുടെ സാങ് ഇങ്ങനെ വാ തോരാണ്ട് പറയുന്ന സമയത്ത് ഇഫാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അവിടെ അപ്ലൈ ചെയ്തില്ലാന്ന്. അപ്പൊ അവൻ ചോദിക്കുന്നത് നീ എന്താ എന്നെ പറ്റിക്കാണോ? ഇതേ സമയം അവള് പറയുന്നുണ്ട് ഇല്ല ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്, ഞാൻ അവിടെ അഡ്മിഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ അവൻ ചോദിക്കും നീ പിന്നെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് കൊടുത്തതെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ സാങ്ങിന്റെ സൗണ്ട് ഒക്കെ ഇടറുന്നുണ്ടാവും. അപ്പൊ അവളിങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഇഹേ യൂണിവേഴ്സിറ്റിയിലാണ് കൊടുത്തതെന്ന്. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തതെന്ന്. ഇതേ സമയം തന്നെ അവള് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ എന്റെ പുറകെ ഇങ്ങനെ വരുന്നത് എനിക്ക് വെറുപ്പാണ്, ഭയങ്കര ബോറിംഗ് ആണ്, ഭയങ്കര അനോയിങ് ആണ്, നീ ഇനി എന്നെ കാണാൻ വരണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. അവൾ അവന്റെ അടുത്ത് പറയുന്നുണ്ട് വേറൊരാൾക്ക് ഓൾറെഡി വാക്ക് കൊടുത്തതാണെന്ന്. എന്നിട്ട് അവൾ ഇതൊക്കെ പറയും. ഇതേ സമയം ഇതെല്ലാം ഇങ്ങനെ നെഞ്ച് തകർന്നുകൊണ്ടാണ് സാങ് ഇതെല്ലാം കേൾക്കുന്നത്. ഇതോടെ നമ്മുടെ 4ാമത്തെ എപ്പിസോഡ് കഴിയാണ്. ഇതുവരെ എൻ്റെ എപ്പിസോഡ് കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.